ക്രിയാശേഷി ഇല്ലാത്ത ഈ വൃത്തികെട്ട ഈ സമൂഹത്തിനെ, അതായത് സമുദായത്തിനെ വൃത്തിയായിട്ട് ഈ ടീമിനെ വളർത്തി കൊണ്ടുപോവാ. ഈ 5ാം ക്ലാസ് തന്നെ ഓൻ സ്വന്തം തീരുമാനം എടുക്കണ ഇല്ലാതെയാക്കിയിട്ട് 10ാം ക്ലാസ് വരെ ഓൻ ഒന്നും ചെയ്യാൻ നേരത്തെ വേണം. കണ്ടൊക്കെ 2ാം ക്ലാസ് പഠിക്കുക, 2ാം ക്ലാസ് വേണം. ഇപ്പൊ 4ാം ക്ലാസ്. ഇപ്പൊ ഞാൻ കേട്ടില്ല. ഞാനൊക്കെ മലയാളം പഠിച്ചില്ലെങ്കിൽ ഞാനൊക്കെ വലിയൊരു കഥാകൃത്തായി. എന്താണ് മാത്സിന്റെ ബേസ്? ഒരു കുട്ടിക്ക് അറിയില്ല. ഇത് ഒന്നാ വന്നത്, ഏതാ ഇതിന്റെ തുടക്കം ആർക്കും അറിയില്ല. ഇപ്പൊ നമ്മള് എന്റെ ഇപ്പൊ മലയാളം പഠിക്കുമ്പോ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയില്ലേ ഒരു മലയാള അക്ഷരാണെന്നെങ്കിലും. ഇതല്ല, ആർക്കും അറിയില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ മാത്സിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് പഠിച്ചു. ഇതേ പറഞ്ഞുതരാൻ പറ്റുള്ള ടീച്ചർക്കും അറിയില്ല. ഇപ്പോഴുണ്ട് സ്കൂളുകളിൽ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ഉഷാറായിട്ട് ചെയ്യണ ചെക്കന്മാരും ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും കുറച്ചാലും കഴിഞ്ഞ് കാണുമ്പോൾ ചെറിയ ടെക്നിക്കാ. ഇപ്പൊ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗിൽ അപ്ലൈ ചെയ്യുന്ന സംഭവമാണ്. ഈ പാലൊക്കെ നിർമ്മിക്കുമ്പോൾ അതാണ് ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ. അതിന്റെ ബേസിക് അത് നമുക്കറിയില്ല. അപ്പൊ എന്തിനാണ് ഉപയോഗിക്കാന്ന് അറിയാത്ത സാധനം നമ്മൾ കുറെ പഠിച്ചു കഴിഞ്ഞു. കാരണം നമ്മള് പഠിക്കണ്, നമ്മൾ വേറെ തലമുറ പഠിക്കണം. അതിന് ഉപകാരം ഇപ്പത്തെ ചില പഴയ പഠിച്ചു ഇറങ്ങിയ ആളുകൾ പറയല്ലേ, അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ കേട്ടില്ല. എന്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല. കേൾക്കുന്ന പ്രതീക്ഷിക്കണില്ല. ഞാനൊക്കെ മലയാളം പഠിച്ചില്ലെങ്കിൽ ഞാനൊരു കഥാകൃത്തായി പറയണ ഞാൻ കേൾക്കുന്നില്ല. മലയാളം പഠിക്കാൻ ഒരു സ്കൂളിലെ കാര്യമല്ല. മലയാളം പഠിക്കാം. ഇവിടെ വിഷയം മലയാളമാണ്. ഇവിടെ വിഷയം ഭാഷാ പ്രാധാന്യമാണ്. ഭാഷാ പ്രാധാന്യം മലയാളത്തിന് യാതൊരു, ഇന്ന് നമ്മൾ 10th പ്ലസ് 2 പഠിക്കുന്ന മലയാളത്തിന് യാതൊരുവിധ ഭാഷാ പ്രാധാന്യം യാതൊരു മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ഇവൻ പഠിച്ചപ്പോൾ ഈ ചർച്ചന്റെ സ്റ്റാർട്ടിംഗ് ചർച്ച ചെയ്യുമ്പോ ചർച്ചയിൽ ഒരാളൊരു കാര്യം പറയുമ്പോ ചർച്ചയുടെ ചർച്ചന്റെ സ്റ്റാർട്ടിംഗ് എവിടെ എനിക്കറിയാം. സ്റ്റാർട്ടിംഗ് ഈ ഓറഞ്ച് സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് ഇവര് 4ാം ക്ലാസ് വരെ മലയാളം പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും മലയാളം പഠിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവന് കവിതാ ശേഷി നഷ്ടപ്പെട്ടു, കഥാകൃത്തിന് ശേഷി നഷ്ടപ്പെട്ടു. സ്കൂളിൽ പഠിച്ച കുട്ടികൾ പറയാൻ കാരണം ഒരു മലയാളം എന്താണെന്ന് അറിയാത്തോണ്ടാണ്. അത് പഠിച്ചോ? മലയാളം മീഡിയത്തിലുള്ള കുട്ടികളെ കണ്ടിട്ടില്ല. 6ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലുള്ള ഒരു മലയാളം ടെക്സ്റ്റ് ഞാൻ കൊണ്ടുവരാം. ഈ വായിച്ചിട്ട് എന്താണെന്ന് പറയാൻ പറ്റും എനിക്ക്? എനിക്ക് 8ാം ക്ലാസ്സിലുള്ള ഒരു മലയാളം ടെക്സ്റ്റ് ഞാൻ കൊണ്ടുവരാം. ചർച്ചയിൽ പങ്കെടുക്കുമ്പോ ഒരാൾ പറഞ്ഞ പൂർത്തീകരിക്കാൻ സമയത്ത് വിഷയം വിട്ടിട്ടില്ല. പറയാൻ സമയത്തില്ല. അതുകൊണ്ട് കുഴപ്പം. ഒരു കാര്യം പറയുമ്പോ അതിനെ പൂർത്തീകരിച്ചിട്ട് അതിനോട് വൈകിച്ചുകൊണ്ട് ഫസ്റ്റ് വേണ്ടി അതാ. ഇത് ഞാൻ എന്റെ വിഷയം പറയാം. ഓറിയന്റ് വരെ പഠിച്ചിട്ട് എനിക്ക് മലയാളം കൊണ്ട് എഴുതാനില്ല. ഈ ബഷീർ അല്ല മലയാളം പഠിച്ചിട്ടില്ല. ഈ ടീമൊന്നും ആദ്യം മലയാളം പഠിച്ചോണ്ടല്ല. ശ്രദ്ധിച്ചോണ്ടി കവിതയൊന്നും. ഇത് പിന്നെ ഓർക്ക് ടേസ്റ്റ് ഉണ്ടായത് സ്വാഭാവികം പഠിക്കണം. അല്ലാതെ എഴുതണോ അല്ല. ഞാൻ ഈ കവിതയിലെ വാക്കുകൾ എങ്ങനെ സ്വാഭാവികമായി പഠിക്കുന്നത്? അത് നമുക്ക് ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പഠിക്കും. ആ ടേസ്റ്റുള്ള ആ താല്പര്യമുള്ള അതിലേക്ക് പോകും. എന്തുകൊണ്ട് ഇവന് കവിത ടേസ്റ്റ് ഉണ്ട്? അറബിയിൽ സാഹിത്യം എഴുതുന്നില്ല. എങ്ങനെ അറബി പഠിച്ചോണ്ട് അറബിയിൽ സാഹിത്യം ചോദ്യമുണ്ട്. വേറെ വിഷയം ഓറിയന്റൽ സ്കൂളിൽ പഠിച്ചിട്ട് ഇവന്റെ ബേസിക് ഇവന്റെ ഓറിയന്റൽ സ്കൂളിൽ പഠിച്ചോണ്ട് ഇവന്റെ ലൈഫിൽ തന്നെ ഇവന് പിന്നെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും മലയാളം ടെക്സ്റ്റ് കാണാൻ പറ്റിയിട്ടില്ല. ഈ മലയാളം എന്ന് പറഞ്ഞ ഭാഷാ പ്രാധാന്യമുള്ള മലയാളം അല്ല. ആദ്യം മനസ്സിലാക്കണം, ഇത് വെറും സംസ്കൃതം പോലത്തെ വെറും രാമായണം ദേശവും പഠിക്കണ, രാമായണം എന്നല്ല, അങ്ങനത്തെ കഥകളാണ് ഇതിനെ പഠിപ്പിക്കണേ. വെറും സംസ്കൃതം ടച്ചാണത്. ഒരു 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് എടുത്താണ് എന്നോട് ഫുള്ള് വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒരു കഥ പോലും വിവരിക്കാൻ പറ്റില്ല. പറ്റൂല എന്നോട്. മലയാളം അല്ലത്. എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. സ്റ്റാർട്ടിങ്ങിലാണ് വേണ്ടി വരില്ലേ? വേണ്ടി വരും. ഇതിപ്പോ കവിത എഴുതുന്നു പറയാൻ സമയക്കില്ല. 4ാം ക്ലാസ് വരെ കട്ട് ചെയ്യുക, ആ സ്വഭാവം നിർത്തുക. ഒരാൾക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിന് മുമ്പ് ഒരു ഹെൽപ്പർ എന്തായാലും വേണ്ടി വരും. അതുണ്ടല്ലോ 4ാം ക്ലാസ് വരെ.
4ാം ക്ലാസ്സിൽ കവിത എഴുതാൻ പഠിപ്പിക്കുന്നില്ല. 4ാം ലാംഗ്വേജ് ക്ലാസ്സിൽ മലയാളം എന്ന് പറഞ്ഞ ആ സംഭവം പഠിച്ച് പൂർത്തിയായി വരുന്ന ഒരു അവസ്ഥ മാത്രമാണ്. സാഹിത്യപരമായുള്ള വാക്ക് മലയാളം അതിൽ കൊടുക്കുന്നില്ല. ഈ 4ാം ക്ലാസ് പുസ്തകം തുറന്ന അവസ്ഥ ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചോളാണോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവര് കവിത ടീച്ചർ മനസ്സിലാക്കിയിട്ട് ടീച്ചർ അവന് ആ ഒരു രീതിയിലേക്കുള്ള മോട്ടിവേഷൻ കൊടുക്കണ്ടേ? അത് കണ്ടത് ഞാൻ പറഞ്ഞ ഇപ്പോഴും തന്നെ പറയണ്ടേ ഈ സർഗാത്മകനായ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് 1ാം ക്ലാസ് മുതൽ ഉണ്ടാവും കുട്ടികളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് 1ാം ക്ലാസ് മുതൽ ഈ 10ാം ക്ലാസ്സിൽ നീ കവിത എഴുതാൻ പഠിപ്പിക്കില്ല. പിന്നെ കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞേ വാക്ക് ഈ മലയാളത്തിൽ ഞാനിവരോട് പറഞ്ഞ വിഷയം ഇതെന്താണ് മലയാളം അറിയാത്തുള്ള പ്രശ്നമാണ്. ഈ 10ാം ക്ലാസ് വരെ പഠിക്കണം മലയാളം എന്താ നിങ്ങൾ ഈ മലയാളത്തിൽ കുറ്റപ്പെടുത്തല്ലേ? ഞാൻ മലയാളം ഞാൻ പറയുന്നത് മലയാളം സംസാരിക്കുന്ന മലയാളം അല്ല. 10ാം ക്ലാസ് വരെ പഠിക്കുന്ന മലയാളം അവിടെയാണ് പ്രശ്നം. ഏത് മലയാളമായാലും മലയാളത്തിലല്ലേ ഈ സാഹിത്യം, മലയാളത്തിലല്ലേ കാര്യം. മലയാളം അക്ഷരങ്ങൾ മാത്രമാണ് അതിൽ ഉപയോഗിക്കണേ, അല്ലാതെ മലയാളം വേർഡ്സ് അല്ല അതിൽ ഉപയോഗിക്കണത്. സംസാരിക്കുന്ന വേർഡ്സ് അല്ല അതിൽ ഉപയോഗിക്കണേ. സംസാരിക്കുന്ന വേർഡ്സ് അല്ല അതിൽ അതിൽ ഉപയോഗിക്കണം. അപ്പൊ അതിൽ പ്രാധാന്യങ്ങളുടെ വാക്കുകളുണ്ട്. ആ വാക്കുകൾ ബോധം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഉറുദു പഠിച്ചില്ല? അതാണ് ഞാൻ എനിക്ക് അവസരം തന്നെ അല്ലായിരുന്നു. കാരണം ഓരോ സ്കൂൾ അറബി മാത്രമേ ഉള്ളൂ. ഞാൻ ലാംഗ്വേജ് ഉണ്ട് എനിക്ക് അറിയാമായിരുന്നു. അത്രേ അറിയുള്ളൂ. ഇതിനെ പറ്റി ഒന്നും എനിക്കറിയില്ല. കാരണം നമുക്കവിടെ ടേസ്റ്റ് ഉള്ള ഒരാളെ അന്വേഷിച്ചു പോകും. ടേസ്റ്റ് ഉള്ള ഒരാൾ അന്വേഷിച്ചു പോകും. പോവില്ല. ഓറിന്റെ സ്കൂളിൽ ഇറങ്ങി പോയിട്ടില്ല. ടേസ്റ്റിന്റെ ഓറിയന്റൽ സ്കൂൾ എവിടെയൊക്കെ ഉണ്ട്? ഇവിടെ ഈ അരീക്കോട് മാത്രമാണ് ഓറിയന്റൽ. ഈ ഓറിയന്റ് എവിടെയൊക്കെ ഉണ്ട്? അറബി മാത്രം ബേസ് ചെയ്യുന്ന ഓറിയന്റൽ സ്കൂളുകൾ. അവിടെ ആരും ഇപ്പൊ മലയാളം ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ നിൽക്കില്ല, ഇറങ്ങി പോയിണ ആരെങ്കിലും ഒരു മിനിറ്റ്. ഈ കാരണം അവർക്കാണ് ഓപ്ഷൻ ഇല്ലാത്തവരാണ്. പഠിക്കാനുള്ള ഓപ്ഷൻ വേറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ ഒരാൾ ഇറങ്ങി പോയി ഞാൻ ചോദിക്കട്ടെ, ഒരാളെ പറഞ്ഞു 8ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ ഞാൻ 10ാം ക്ലാസ്സിൽ അറബിക്ക് വരെ പഠിച്ചിട്ട് 10ാം ക്ലാസ്സിൽ വരെ ഓരോ സ്കൂളിൽ അറബിക്ക് പഠിച്ചിട്ട് ഇഷ്ടം പോലെ കുട്ടികൾ കവിതയിലും കഥാരചനയിലും ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിക്കട്ടെ, മലയാളത്തില് അറബിയിലല്ല, മലയാളത്തില് അറബിന്റെ വിട്ട് അറബി ഇവിടെ ചർച്ചാ വിഷയമല്ല. മലയാളത്തിൽ കവിതയിലും കഥാരചനയിലും ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഉണ്ട് അവര് പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചവർക്ക് ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ടേസ്റ്റ് ഉള്ളവരെ പഠിക്കും. ആ ഒരു താല്പര്യമുള്ളവരെ അതിലേക്ക് പോകും. അത് എവിടുന്ന് പഠിച്ചെടുത്തവര് സെൽഫായിട്ടോ? ആ താല്പര്യം ഒരാൾ കണ്ടെത്തിയെടുത്തതാ, അല്ലാതെ വേറൊന്നുമല്ല. ആര് കണ്ടെത്തിയെടുക്കുന്നത്? ഓരോ റൂട്ട് ഓൻ കണ്ടെത്തും. 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒരാളെ മോട്ടിവേഷൻ ഒരു ബാക്കിൽ ഒരാളെ കൈയില്ലാക്കൂല. എന്തുകൊണ്ട് കാര്യമില്ല, ആവശ്യമില്ല. ഏതൊരു കാര്യത്തിലും ഉണ്ടാവും. അതെന്നെ പറഞ്ഞേ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തികളാണ് അന്റെ ടീച്ചർ ക്ലാസ് ശ്രദ്ധിക്കില്ല, എനിക്ക് കണക്കിന് നല്ല ഇതുണ്ട്. പക്ഷെ എന്നെ ടീച്ചർ തീരെ ശ്രദ്ധിക്കില്ല. ചെയ്യാ എന്റെ അവസ്ഥ നോർമലി എന്ന് പറഞ്ഞാൽ എന്റെ അവസ്ഥ അതില്ലാതെ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു പഠിക്കാനുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കാം. കാര്യമുണ്ടോ? ടീച്ചറുടെ ശ്രദ്ധയും കൂടി ഇല്ലെങ്കിൽ ടീച്ചറെ എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ടീച്ചർ ശ്രദ്ധിക്കേണ്ട 8ാം ക്ലാസ് റാഷിദേ? അതാ പറഞ്ഞേ, അവിടെ മുതൽ എത്ര വരെ ശ്രദ്ധിക്കണം ഈ പറയണേ? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ? 8ാം ക്ലാസ് വരെ മാക്സിമം എന്തായാലും 4 വരെ എന്തായാലും ടീച്ചർ മതി. അതെ, അവിടെ ആവശ്യമില്ല. ടീച്ചർ ശ്രദ്ധിച്ചിട്ട് 4ാം ക്ലാസ് വരെ ടീച്ചർമാർ ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞാൽ ടീച്ചർമാരെ ആവശ്യമില്ല. ടീച്ചർമാരെ പഠിപ്പിച്ച് പോയാൽ മതി. ഐഡിയ ഉണ്ടാക്കി കൊടുക്കണ്ടേ? എന്തുണ്ടാക്കി കൊടുക്കുക? ഇല്ലാത്ത ഒരു കാലാകാലം ഇല്ലാതെ പോവുള്ളൂ. അത് ഉണ്ടാക്കി കൊടുക്കട്ടെ. എല്ലാം കൊടുക്കാൻ കഴിയില്ല. കഴിവുള്ള കുട്ടികൾക്ക് മോട്ടിവേഷൻ ആവശ്യമില്ല. 10ാം ക്ലാസ് മാഷന്മാരെ വാട്ടാറുണ്ട്. യെസ്, അറ്റ്ലീസ്റ്റ് മലയാളം വായിക്കാറിയോ 10ൽ എല്ലാത്തിനും A+ ഇടാണ്. പിന്നെ കുറച്ച് മാത്സ് നമ്മക്ക് അറിയാത്തതാണ് മാഷ് പഠിക്കുന്നത്. അല്ല മാഷ് എനിക്ക് സ്വയം പര്യാപ്തത, സ്വയം പര്യാപ്തത അവസ്ഥ. അതായത് സാഹിത്യം ഞാൻ പറയാം, സാഹിത്യം തന്നെ വിടും. നിങ്ങൾ പഠിച്ച മലയാളം ഉണ്ടല്ലോ, അതന്നെ വിട്ടോ. ആ മലയാളം എന്ന് പറഞ്ഞ സബ്ജക്ട് വേണ്ട നമുക്ക്. സാധാരണ മലയാളം പഠിപ്പിച്ചോ വിഷയത്തെ വിട്ട് ചർച്ചയില്ല. ആ വിഷയമല്ല, സാഹിത്യപരമായ മലയാളം വിട്. പഴയ സംഭവിക്കില്ലല്ലോ. സാഹിത്യപരമായ മലയാളം വിട്. സാധാരണ മലയാളം ഉണ്ടാവും.
ഈ മലയാളം തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ ശ്രദ്ധ ടീച്ചേഴ്സിനില്ല. ടീച്ചേഴ്സിന് ശ്രദ്ധിക്കാൻ കഴിയൂല. ടീച്ചർ ശ്രദ്ധിക്കേണ്ട ആവശ്യം പറഞ്ഞേ. ഒരു ടീച്ചർ വേണ്ടത് എത്രക്കാരാണ്. വിഷയം എന്താന്ന് പറഞ്ഞു. ടീച്ചർ ആവശ്യം വരുന്നത് വെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വായിക്കാൻ അറിയാം. ഹിന്ദി, മലയാളം നമ്മള് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടെത്തി മാത്രമേ നമ്മുടെ ബ്രെയിൻ ഉണ്ടാവുള്ളൂ. വേറെ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രക്ക് മനസ്സ് നിൽക്കൂല. സുഹൃത്തെ, ഈ മലയാളം എന്ന് പറയുന്ന സംഭവത്തില് ഈ കാക്കോ പഠിച്ചാത്ത കുട്ടികളെ ടീച്ചേഴ്സിന്റെ ശ്രദ്ധ ഇല്ലാത്ത വീട്ടിലെ അശ്രദ്ധ കാരണം മാത്രം ഉണ്ടാവുന്ന ഒറ്റ കാര്യം. അങ്ങനെ ഉണ്ടാവുള്ളൂ. മാറ്റിയെടുക്കാൻ പറ്റൂലെന്ന് ഈ പറയുന്നുണ്ടോ? മാറ്റിയെടുക്കാൻ പറ്റൂല. ഓരോന്നായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. മണല് വരാൻ പോണോ ചിലപ്പോ കവിത എഴുതിന്ന് വരും. എന്റെ ഫ്രണ്ട്, ഞാൻ എനിക്ക് ഉദാഹരണം ഓരോ നമ്പർ ഇപ്പൊ സ്പോട്ടിൽ റിയാസറിന്റെ എന്റെ ഫ്രണ്ട് നന്നായിട്ട് എഴുതും. കവിത ടോപ്പായിട്ട് എഴുതും. പക്ഷെ സ്കൂൾ ക്ലാസ്സിൽ മാത്സിലല്ലാത്തൊരു വിഷയത്തിൽ ഒരു മാർക്കില്ല. അവന്റെ പ്രത്യേകത ബാക്ക് ബെഞ്ച്. ഇപ്പം ഒരു വിഷയം ഈ ചർച്ച കാണാനേ കാണട്ടെ. ഞാൻ വിഷയം എന്താ പറയുന്നത്? ഞാൻ അവസ്ഥ ഉണ്ടോന്ന് കണ്ടോക്കണേ, പഠിപ്പിച്ചു കൊടുത്തോക്കണ്ടേ. ഭാഷയിൽ വരെ വൃത്തികേട്. ലോറി പോലും പറയണ ലാറിയില്ല. ഈ റിയാസാണ് കവിത. ഈ റിയാസ്